ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ പ്രോഗ്രാം ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും ക്രിസ്തീയ വന്ദനങ്ങൾ അറിയിക്കുന്നു. യഥാർത്ഥത്തിലുള്ള ഭക്തി എന്താണെന്ന് പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുവാൻ ഇന്ന് പകൽ ആഗ്രഹിക്കുന്നു. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 26-27 വാക്യങ്ങളിൽ, നിങ്ങളിൽ ഒരുവൻ തന്റെ നാവിനെ കടിഞ്ഞാനിടാതെ തന്റെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് താൻ ഭക്തനെന്ന് നിരൂപിച്ചാൽ അവന്റെ ഭക്തി വ്യർത്ഥം അത്രേ. പിതാവായ ദൈവത്തിന്റെ മുമ്പാകെ ശുദ്ധവും നിർമ്മലവുമായ ഭക്തിയോ അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടങ്ങളിൽ ചെന്നു കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാതെ വണ്ണം തന്നെത്താൻ കാത്തുകൊള്ളുന്നതും ആകുന്നു. യഥാർത്ഥത്തിലുള്ള ഭക്തി എങ്ങനെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും? മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള ഭക്തിയെക്കുറിച്ച് ദൈവവചനം പഠിപ്പിക്കുന്നുണ്ടോ? ബൈബിൾ കപടഭക്തിക്കാരെക്കുറിച്ചും അതിഭക്തരെക്കുറിച്ചും ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി ത്യജിച്ചു കളയുന്നവരെക്കുറിച്ചുമൊക്കെ എഴുതിയിരിക്കുന്ന ഒരു പുസ്തകമാണ്. അപ്പോൾ തന്നെ ശുദ്ധവും നിർമ്മലവുമായ ഭക്തിയോടുകൂടി ജീവിക്കുന്ന ഭക്തന്മാരെക്കുറിച്ചും തിരുവെഴുത്ത് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ശുദ്ധവും നിർമ്മലവുമായ ഭക്തി എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ശുദ്ധമെന്ന വാക്കിന്റെ അർത്ഥം ചെളി പുരളാത്ത, ക്ലാവ് പിടിക്കാത്ത, പളുങ്കുപോലെ വെടിപ്പുള്ള, ഇതൊക്കെയാണ് ശുദ്ധമെന്ന പദത്തിന്റെ അർത്ഥം. നിർമ്മലം എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മലിനപ്പെടാത്തത് എന്നാണ്. ശുദ്ധവും നിർമ്മലവുമായ ഒരു ഭക്തി വേദപുസ്തകം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ആ ഭക്തിക്ക് ഉടമകളായിട്ട് ജീവിക്കുവാനാണ് ദൈവത്താൽ നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഭക്തിയുടെ അളവുകോൽ എന്താണെന്നും ദൈവത്തിനെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഒരാളുടെ ഭക്തി ദൈവികമാണോ മാനുഷികമാണോ എന്ന് അളക്കുന്ന അളവുകോൽ എന്തൊക്കെയാണ്? പലരും ഈ ലോകത്തിലുള്ള ആളുകളുടെ ഭക്തി അളന്നു നോക്കുന്നത്, ചില ഭക്തന്മാർ പ്രത്യേക വേഷങ്ങൾ ധരിക്കാറുണ്ട്, ചിലരെ കൈകൾ കൂപ്പി പ്രാർത്ഥിക്കാറുണ്ട്, മറ്റു ചിലർ ഭക്തി മൂത്ത് ശാരീരികമായ ദണ്ഡനങ്ങൾക്ക് അവരുടെ ശരീരങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാറുണ്ട്. തീർത്ഥയാത്രകളും ഭക്തിയുടെ ഭാഗമായി നടത്തുന്ന ഭക്തന്മാരുണ്ട്. ലോകം ഇതൊക്കെയാണ് ഒരാൾ ഭക്തനാണോ അഭക്തനാണോ എന്ന് അളന്നു നോക്കുവാൻ ഉപയോഗിക്കുന്ന മാനദണ്ഡങ്ങൾ. എന്നാൽ മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു, ഭക്തി ഒരിക്കലും ബാഹ്യമല്ല, അത് ആന്തരികമാണ്. ഒരാളുടെ ഭക്തി അളന്നു നോക്കുവാൻ പല കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ഒന്ന്, നാവിനെ കടിഞ്ഞാനിടാതെ തന്റെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് താൻ ഭക്തനെന്ന് നിരൂപിച്ചാൽ അവന്റെ ഭക്തി വ്യർത്ഥമാകും. ഭക്തിയും സംസാരവും തമ്മിലുള്ള കണക്ഷൻ, ബന്ധമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരുപാട് ബന്ധമുണ്ട് ഭക്തിയും സംസാരവും തമ്മിൽ. പലരും അവരുടെ വാക്കുകളിൽ ഭക്തന്മാരാണ്. ഭക്തിയുടെ അംശങ്ങൾ അവരുടെ വാക്കുകൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ പരിശുദ്ധാത്മാവ് പറയുന്നു, അത് കാര്യമാക്കേണ്ട. വാക്കിൽ, സംസാരത്തിൽ അതിഭക്തന്മാരായിരിക്കുന്ന ആളുകളെ ഭക്തനെന്ന് എണ്ണണ്ട. മറിച്ച് നാവിനെ കടിഞ്ഞാനിടാതെ തന്റെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് താൻ ഭക്തനെന്ന് നിരൂപിച്ചാൽ അവന്റെ ഭക്തി വ്യർത്ഥമാണ്. സംസാരത്തിലല്ല, വാക്കിലല്ല ഭക്തി വെളിപ്പെടുത്തേണ്ടത്, പ്രവൃത്തിയിലാണ് എന്ന് പരിശുദ്ധാത്മാവ് ഇവിടെ സൂചന നൽകുന്നു. പ്രവൃത്തിയിൽ കൊണ്ടുവരാത്ത ഭക്തി സ്വർഗത്തിലെ ദൈവം അംഗീകരിക്കുന്നില്ല. രണ്ടാമതായി, ശുദ്ധവും നിർമ്മലവുമായ ഭക്തി ദൈവത്തിന്റെ മുമ്പാകെ അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടങ്ങളിൽ ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാതെ വണ്ണം തന്നെത്താൻ കാത്തുകൊള്ളുന്നതുമാണ്. ഈ ലോകത്ത് കഷ്ടപ്പെടുന്ന, സങ്കടപ്പെടുന്ന ഒരുപാട് ആളുകൾ ഉണ്ടല്ലോ. സ്നേഹത്തിന്റെ അപ്പോസ്തലനായ യോഹന്നാൻ ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്, ഈ ലോകത്തിൽ വസ്തുവകയുള്ളവൻ ആരെങ്കിലും തന്റെ സഹോദരന് മുട്ടുള്ളത് കണ്ടിട്ട് അവനോട് മനസ്സലിവ് കാണിക്കാഞ്ഞാൽ ദൈവത്തിന്റെ സ്നേഹം അവനിൽ എങ്ങനെ വസിക്കും? കുഞ്ഞുങ്ങളെ, നാം വാക്കിനാലും നാവിനാലുമല്ല, പ്രവൃത്തിയിലും സത്യത്തിലും തന്നെ സ്നേഹിക്കുക. ഇത് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനം തന്നെയാണ്. കൂട്ടുസഹോദരങ്ങളിൽ ആർക്കെങ്കിലും, കൂടപ്പിറപ്പുകളിൽ ആർക്കെങ്കിലും മുട്ടുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അവനോട് മനസ്സലിവ് കാണിക്കാതെ
ജീവിച്ചാൽ അവനിൽ ദൈവത്തിന്റെ സ്നേഹം എങ്ങനെ വസിക്കുമെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. മാത്രമല്ല, വാക്കിനാലും നാവിനാലുമല്ല, പ്രവൃത്തിയിലും സത്യത്തിലും വേണം നമ്മുടെ സ്നേഹം അല്ലെങ്കിൽ ഭക്തി നാം വെളിപ്പെടുത്തുവാനെന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു. കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കണ്ണിന്റെ മുമ്പിലുണ്ടല്ലോ. അത് കണ്ട് കാണാതെ പോകുവാൻ നമുക്ക് കഴിയത്തില്ല. വാക്കുകൊണ്ടല്ല ഭക്തി പ്രകടിപ്പിക്കേണ്ടത്, പ്രവൃത്തിയിലേക്ക് ഭക്തി നാം കൊണ്ടുവരണമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. അതാണ് ദൈവമുമ്പാകെ ശുദ്ധവും നിർമ്മലവുമായിട്ടുള്ള ഭക്തി. അല്ലാതെ ഭക്തനെന്നുള്ള ഒരു ലേബൽ ഉണ്ടാക്കുവാൻ നാം ശ്രമിച്ചാൽ ദൈവം അത് അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് ദൈവത്തിന് ആവശ്യം കപടഭക്തിക്കാരെയല്ല, അതിഭക്തന്മാരെയല്ല, ഭക്തിയുടെ വേഷം ധരിച്ചവരെയല്ല. ജീവിതത്തിൽ കേൾക്കുന്ന ദൈവത്തിന്റെ വചനം പ്രായോഗികമാക്കി കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നവരെയാണ് ഭക്തർ എന്ന് വിളിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നത്. അങ്ങനെ നമുക്ക് ക്രിസ്തു ഭക്തരായിട്ട് ജീവിക്കുവാൻ കഴിയുവാൻ ദൈവം സഹായിക്കട്ടെ. നാം ഭക്തരുടെ ലിസ്റ്റിൽ ഉണ്ടാകുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. കർത്താവേ, ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായിട്ട് സ്തോത്രം. യഥാർത്ഥ ഭക്തരായിട്ട് ജീവിക്കുവാൻ കൃപ തരണം. ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. വിശ്വാസ ജീവിതം പോൽ